സരസ്വതി, ഇപ്പോൾ ഗുജറാത്തിൽ പരീക്ഷ എഴുതിയ കുട്ടിക്ക് കിട്ടിയത് 705 മാർക്കാണ്. പക്ഷേ ആ കുട്ടി ബോർഡ് പരീക്ഷയിൽ +2 പരീക്ഷയിൽ പരാജയപ്പെടുകയായിരുന്നു. ഹരിയാനയിൽ ഒരു സെൻറ്ററിലെ 6 കുട്ടികൾക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുകയായിരുന്നു. അവരെ റോൾ നമ്പർ അടുത്തടുത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. അതിനർത്ഥം അവർ അടുത്തടുത്തിരുന്ന് പരീക്ഷ എഴുതിയെന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഇത്ര വലിയ ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി മാനവവിഭവശേഷി മന്ത്രി പറയുന്നത് കേട്ടല്ലോ, പരീക്ഷ റദ്ദാക്കുന്നില്ല എന്നത്. നിങ്ങളെ സംബന്ധിച്ച് ആ പ്രതികരണം ആശ്വാസമാണോ നൽകുന്നത്? പരീക്ഷ റദ്ദാക്കുന്നില്ല എന്നുകൊണ്ട് മാത്രം കാര്യമായോ? ഒരിക്കലും ഇല്ല. അതായത് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഈ NTA വിശ്വസിച്ചാണ്. ഇപ്പോൾ ഞാനൊരു റിപ്പീറ്ററാണ്. അപ്പം ഞാൻ ഒരു വർഷം മൊത്തം അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഒരുപാട് ടെൻഷൻസിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയി. 5 മെയ് എന്നുള്ള തീയതിയിൽ ഈ പരീക്ഷ എഴുതിയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അന്ന് പരീക്ഷ എഴുതി കഴിഞ്ഞ സമയത്ത്. കാരണം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 652 മാർക്ക് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ അന്ന് ആ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഒരു മാസം ഞങ്ങൾ എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി ആണെങ്കിലും എല്ലാവരാണെങ്കിലും ഒരുപാട് സന്തോഷത്തോടെ റിസൾട്ട് വന്ന ദിവസം ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഈ ഒരു റാങ്ക് വേരിയേഷൻ കാണുന്നത്. അപ്പം പിന്നീട് ഗ്രേസ് മാർക്ക് കൊടുത്ത കാര്യങ്ങൾ അറിഞ്ഞു. അതിനുശേഷം അതായത് ഇതുവരെ ഈ ഇന്ത്യയിൽ ഇതുവരെ നടക്കാത്തൊരു കാര്യങ്ങളാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ 2024 സംഭവിച്ചത്. അപ്പം അതിനുശേഷം ഹരിയാനയിൽ 6 കുട്ടികൾ ഒരേ സെൻറ്ററിൽ, അതായത് 720 മാർക്കും കരസ്ഥമാക്കിയെന്ന് അറിഞ്ഞു. അപ്പം അതൊക്കെ ഒരുപാട് പേപ്പർ ലീക്ക് ഉണ്ട് എന്നുള്ളതും, പിന്നെ അവിടുത്തെ ഇൻവിജിലേറ്റേഴ്സ് തന്നെ അവിടെ ഒരു സെറ്റിംഗ് നടന്നിട്ടുണ്ടെന്നൊക്കെ ഞങ്ങളെ എന്താ പറയുക, ഞങ്ങൾ വിശ്വസിക്കാൻ ഇടയാക്കുന്ന കുറേ സംഭവങ്ങളാണ്. പിന്നെ ബീഹാറിലാണെങ്കിലും ശരി, ഗുജറാത്തിലാണെങ്കിലും ശരി, ഇതെല്ലാം കാരണം ഇനിയിപ്പോൾ റാങ്ക് പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത്രയും അധികം റാങ്ക് വേരിയേഷൻ വന്നിട്ട്, അപ്പം മുന്നിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ടോപ്പ് റാങ്ക് വന്നിട്ടുള്ള കുട്ടികളൊക്കെ ഇനി ഭാവിയിൽ MBBS പൂർത്തിയാക്കിയ ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ അത് എന്തൊരു എത്തിക്സ് ഇല്ലാത്തൊരു കാര്യമായിരിക്കും. അത് പേഷ്യൻസിനോട് അവർ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഒരുപാട് ഞങ്ങളെ ടെൻഷൻ അടിക്കുന്നു. ഇപ്പം ഞങ്ങൾക്ക് അത് എത്ര ഒരു എന്താണ് കോടതിയും അതാണ് ചോദിച്ചത്. അതെ 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 അപ്പം പരീക്ഷ റദ്ദാക്കില്ല എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതൊരു കറക്റ്റായിട്ട് ഇപ്പോൾ 1563 പേർക്ക് മാത്രമാണ് ഇവർ ഗ്രേസ് മാർക്ക് കൊടുത്തതെന്ന് പറയുന്ന കണക്ക് ശരിയായിരുന്നെങ്കിൽ അവർക്കൊരു റീടെസ്റ്റ് നടത്തിയിട്ട് പിന്നീട് ആ റാങ്ക് ഒന്നുകൂടി റീവാലുവേറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയോ അധികം പേപ്പർ ലീക്കിൻ്റെ കാര്യം പറയുന്നു. ഒരു കുട്ടിയുടെ മൊഴിയും കണ്ടു, അതായത് അവർക്ക് 4-ാം തീയതി തന്നെ പേപ്പർ കിട്ടിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇത് റദ്ദാക്കില്ല എന്ന് പറയുന്നത് മാനസികമായി ഞങ്ങളെ കുറച്ച് തളർത്തുന്ന കാര്യമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.